ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെല്ലാവരും കൂടി വീണ്ടും ഒരു ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കാസിൽ ഹില്ലിലേക്കാണ്. കാസിൽ ഹിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും കൂടി പോകണം എന്നാണ് ആഗ്രഹം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. കാറ് കണ്ടില്ലേ, കാറിൻ്റെ അവസ്ഥ. ഇവിടെ രാത്രിയല്ല, ഇവിടുത്തെ UC-യിലെ കോളേജിലെ പിള്ളേരെല്ലാവരും കൂടി, പിള്ളേരാന്ന് തോന്നുന്നൊന്നും അറിയില്ല, അവര് വന്നിട്ട് ഇത് പൊട്ടിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലൂടൂത്ത് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി. അവരാണ് തോന്നുന്നില്ലേ, വേറെ കള്ളന്മാരോടൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ പൊട്ടിച്ച് വെച്ചാണ്. അപ്പോൾ ഇവിടെ ഈ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബഹളാട്ടോ. ഈ കുട്ടികൾ കുടിച്ച് വന്ന് ബിയർ ബോട്ടിൽസും എല്ലാം വീട്ടിൻ്റെ മുന്നിലിട്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അടുത്ത ആളെത്തി. ഫുള്ള് ഫോഗാണ്. നിങ്ങൾ ആ ദൂരെ കാണുന്ന വെള്ള സംഭവം എന്ന് വെച്ചാൽ ഷീപ്പുകളാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഓരോ സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, കാരണം പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓ, അനക്കുണ്ട് ഈ കുതിരകൾക്ക്. മറ്റേതൊക്കെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നു. എടാ, നിന്റെ അടുത്ത് വരുന്നുണ്ടടാ. അടാ, ആ ഹെയർ സ്റ്റൈൽ മുമ്പിലിട്ട മുടി നോക്ക്, മുന്നിൽ നോക്ക്, ബാങ്ക്സ്. പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ടായി. നമ്മൾ കാസിൽ ഹില്ല് പാസ് ചെയ്ത് നേരെ ഇപ്പോൾ ഇതാ ആർത്തേഴ്സ് പാസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും മറ്റേ കാസിൽ ഹില്ല് വഴി പോവും. അപ്പം കാണിച്ചു കേട്ടോ. ഷൂട്ട് ഇറങ്ങണ്ടട്ടാ. അങ്ങനെ താഴോട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇറങ്ങി. അതെന്ത് ബോസാക്കൂ? ഞാൻ പറഞ്ഞു അവന്റെ ആകാശം ഇവിടെ വന്ന നമ്മുടെയൊക്കെ ഇവിടെ വരും. ആക്കൂന്റെ ആകാശം മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് പോസ്. ക്രൈസ്റ്റേഴ്സിലെ ഹൃത്തിക് റോഷൻ കേട്ടോ ഇത്. സ്റ്റെപ്പ് ഇപ്പൊ നമ്മള് ആർത്തർ പാസ് വില്ലേജിലെത്തി. അവിടെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയാൽ ഇവിടെ ഒരു ഡെറ്റ്സ് കോർണർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് കേട്ടോ. യെസ്, ഇതാണ് ഡെറ്റ്സ് കോർണറിലെ പോയിന്റ്. ഈ പാലം കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. തിരിച്ചിനി കാസിൽ ഹില്ലും കൂടി കാണാനുള്ളത്.
പോയി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഴലപ്പം. എനിക്ക് പാട്ടറിയില്ല. നമ്മള് വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തി. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് നടന്ന് ആ കാണുന്ന വാട്ടർഫോൾസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തും അറിയില്ല, നോക്കാം. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. ഫ്രണ്ടില് കുറച്ച് പേരതാ, അവരെ കാണാനില്ലല്ലോ, അതാ ദൂരേന്ന് വരുന്നത്. ഈ പോകുന്ന ട്രാക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇന്നാണ് സ്കൈ നല്ല ക്ലിയർ ആണ്. ഏകദേശം പകുതി എത്തി. ഇതാ വെള്ളച്ചാട്ടം കുറച്ചും കൂടി ക്ലിയർ ആയി കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം അധികം വെള്ളമില്ല, വിൻ്റർ അല്ലേ. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അങ്ങനെ വാട്ടർഫോൾസിൻ്റെ തൊട്ടേ മുന്നിലെത്തി. വേണമെങ്കിൽ മേലെ വരെ പോവാം. അത് പോകണോ വേണ്ടയോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പുതിയ ഗസ്റ്റ് ഉണ്ടല്ലോ. രണ്ട് ബേക്കൺ ആൻഡ് എഗ് സാൻഡ്വിച്ചും പിന്നെ ഒന്ന് ചിക്കൻ ആൻഡ് സാലഡ് സാൻഡ്വിച്ചും വാങ്ങി. പിന്നെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കോഫിയും കൂടി വാങ്ങി. അങ്ങനെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് വൈകുന്നേരമാണ് എത്തുന്നത്. ഇതാണ് കാസിൽ വില്ലേജ്. എന്ത് ഭംഗിയല്ലേ ഈ വില്ലേജ് കാണാൻ. പക്ഷെ വീടുകളൊക്കെ പുതിയ മോഡൽ വീടുകളല്ലേ. ഇതാ നമ്മൾ കാസിൽ ഹില്ലെത്തി. ഈ സ്ഥലത്ത് നിന്നാണ് കേട്ടോ നാർണിയ ഫിലിമിന്റെ ഷൂട്ടിംഗ് നടന്നത്. ഫുള്ള് മറ്റേ പ്രിൻസസ് ഓഫ് നാർണിയ സിനിമേന്റെ. എന്താ സ്റ്റോപ്പായേ? അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി. നമ്മൾ കുറേ നേരമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് നന്നായിട്ടൊന്ന് ഫുഡ് കഴിക്കണം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ MG റോഡ് എന്ന പേരിലുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ന്യൂസിലൻഡ് വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. കിയോറ.